ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ സീസണിൽ ഇപ്പോൾ 16 എപ്പിസോഡുകൾ കഴിഞ്ഞു. വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു പോയതിന് ശേഷം പലരുടെയും ഗെയിമുകൾ മാറിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നോമിനേഷനിലും ആ ഒരു ചേഞ്ച് കാണാൻ പറ്റി. എപ്പിസോഡ് തുടങ്ങുന്നത് കിച്ചൺ ടീമിലായിരുന്നിട്ട് കൂടി ഒരു ഓറഞ്ച് പോലും എടുക്കാൻ പറ്റാത്ത നിവിനെ കണ്ടുകൊണ്ടാണ്. പിന്നെ ആര്യനും അനുവും ചേർന്നിട്ട് ആര്യന്റെ തലയിൽ ഒരു കവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തൊരു കോമഡി ഐറ്റം ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ എല്ലാവരും കൂടെ അത് കംപ്ലീറ്റ് അവഗണിച്ച് അവരെ തന്നെ കളിയാക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് അനുമോളൊരു ലവ് ട്രാക്ക് പിടിക്കുന്നതിനെ പറ്റി ആദിലയും അനുവും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ആരുമില്ല എന്നൊക്കെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. വേറൊരാളുണ്ട് എന്ന രീതിയിൽ ആദില പറയുന്നുണ്ട്. എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്കത് അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ശാരികയുടെ ആ ഒരു ഹോട്ട് സീറ്റ് പരിപാടി എൻ്റെ പൊന്നോ എന്ത് ബോറിംഗ് ആണ്. അത് ഇത്തവണ നടത്തിയത് സരികയായിട്ടാണ്. പുറത്ത് തന്നെ പലർക്കും അത് വർക്കാവാത്തൊരു ഐറ്റാണ്. ഇപ്പം അത് ഹൗസിൻ്റെ അകത്തൊരു സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. ആ ഹോട്ട് സീറ്റിൽ കുറച്ച് ഹോട്ട് ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവരതിനകത്ത് ആഫ്റ്റർ ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്തത്. സരിക മറ്റുള്ളവരെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. അത് അപ്പോൾ കേട്ടോണ്ടിരുന്നെങ്കിലും പിന്നീട് അത് സരികയ്ക്ക് ബുദ്ധിമുട്ടായി മാറി. പിന്നീട് ഒരു ഘട്ടത്തിൽ സരിക ഇതെല്ലാവരുടെ അടുത്ത് വിളിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റിയെല്ലാം പറഞ്ഞു. പിന്നീട് രണ്ടുപേരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ വീട്ടുകാരോട് ക്ഷമ ചോദിക്കുകയും ശാരിക സങ്കടപ്പെടുകയൊക്കെ ചെയ്തു.